ഫൈനലി CUET PG എക്സാമിനുള്ള അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുതൽ എക്സാമിന് നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങാം. CUET PG എക്സാം എന്നുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ PG പഠനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ടുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ, അലിഗഡ്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ടും TASS, TISS പോലെയുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പോലെയുള്ള ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലോട്ടും മറ്റു സ്ഥാപനങ്ങളിലോട്ടും CUET PG വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം, PGക്കുള്ള അഡ്മിഷൻ നേടാം എന്നുള്ളതാണ് ഈ ഒരു എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിൽ 6 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 14 ഡിസംബറിന് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ് റിലീസ് ഇതിന്റെ കണ്ടക്ടിങ് ഏജൻസി ആയിട്ടുള്ള NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാമിനുള്ള അപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. 14 ഡിസംബർ 2025 തൊട്ട് 14 ജനുവരി 2026 വൈകുന്നേരം 11:50 വരെ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അവസാനമായിട്ട് ഫീ പേയ്മെന്റ് നടത്താനുള്ള ഒരു ഡേറ്റും 14 ജനുവരി 2026 വൈകുന്നേരം 11:50 വരെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സാമിന് 2 സെന്ററുകളാണ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അതിൽ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ള സെന്ററുകളിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും NTA നിങ്ങളുടെ സെന്ററുകൾ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും ബേസിക് ഡീറ്റെയിൽസ് അല്ലാതെ, അതായത് നിങ്ങളുടെ ഫോട്ടോ, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID തുടങ്ങിയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് അല്ലാത്ത ഡീറ്റെയിലുകളിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്ഷൻ ചെയ്യാനുള്ള ഒരു ഡേറ്റ് ആണ്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അത് 18 ജനുവരി 2026 മുതൽ 20 ജനുവരി 2026 വൈകുന്നേരം 11:50 വരെയാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സിറ്റി അല്ലെങ്കിൽ ഏത് സെന്ററിലാണ് എക്സാമിനേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് എപ്പോൾ വരും എന്നുള്ളതും പിന്നീട് നിങ്ങളെ ഇൻഫോം ചെയ്യും എന്നുള്ളതാണ്. എക്സാമിനേഷൻ നടക്കുക മാർച്ചിലായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ സെം എക്സാമിനേഷൻസും നടക്കുക ഇതേ മന്തിലായിരിക്കും. ഒരിക്കലും CUET PG എക്സാമിനേഷൻ മാറ്റിവെക്കില്ല. കഴിഞ്ഞ വർഷങ്ങളിലും CUET PG എക്സാമും അതുപോലെ തന്നെ സെം എക്സാമും തമ്മിൽ ക്ലാഷ് വരികയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും പോലുള്ള യൂണിവേഴ്സിറ്റികൾ അവരുടെ സെം എക്സാമുകളിൽ മാറ്റം വരുത്തുകയുമായിരുന്നു. CUET PG എക്സാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6.5 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ CUET PG എക്സാം സെം എക്സാം ആയതുകൊണ്ട് മാറ്റിവെക്കില്ല. ക്ലാഷ് വന്നാലും കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇടപെട്ടുകൊണ്ടായിരുന്നു, ആ ഡേറ്റുകളിൽ നിന്ന് സമരം ചെയ്തുകൊണ്ടായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ സെം എക്സാം CUET PG എക്സാമിൻ്റെ ആ ഡേറ്റിൽ നിന്ന് മാറ്റിവെച്ചത് എന്നുള്ളതും നിങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അതുപോലെ ഏത് സെൻറ്ററിലാണ് നിങ്ങളുടെ കറക്റ്റ് എക്സാമിൻ്റെ സെൻറ്റർ കാര്യങ്ങൾ, അതുപോലെ തന്നെ മോർണിംഗ് ഷിഫ്റ്റിലാണോ എക്സാം നടക്കുക, നൂൺ ഷിഫ്റ്റിലാണോ, ഈവനിങ് ഷിഫ്റ്റിലാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ അതുപോലെ എക്സാമിൻ്റെ ആൻസർ കീ കാര്യങ്ങളൊക്കെ പിന്നീട് വെബ്സൈറ്റിലൂടെ നിങ്ങളെ അറിയിക്കുമെന്നുള്ളതാണ്. NTA CUET PG എക്സാമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് exams.nta.nic.in/CUET-PG/ എന്നുള്ളതാണ്. ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നുള്ളത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, എന്തൊക്കെ വിൻഡോസ് ആണുള്ളത് എന്നുള്ളത്. അതിനു മുമ്പായി നിങ്ങളുടെ പ്രസ് റിലീസിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്രാവശ്യം 157 സബ്ജക്റ്റുകളിലായിട്ടാണ് CUET PG എക്സാം നടക്കുക. ഈ ആകെ 292 സെന്ററുകളാണ് ഇന്ത്യയിലാകെ ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് 16 സെന്ററുകളിലും CUET PG എക്സാമിനേഷൻ നടക്കുമെന്നുള്ളതാണ്. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോമൺ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കോഡാണിത്. അതുപോലെ തന്നെ ലാംഗ്വേജ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ആചാര്യ പേപ്പേഴ്സിൻ്റെയും കോഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ കേരളത്തിൽ 12 സെന്ററുകളിലാണ് എക്സാമിനേഷൻ നടക്കുക. അപ്പം അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, കേരളത്തിൽ എവിടെയൊക്കെയാണ് എക്സാം സെന്റേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. കേരളത്തിൽ ഇടുക്കിയിൽ സെന്റർ ഉണ്ട്, കണ്ണൂരിലുണ്ട്, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്, ആലപ്പുഴ, എറണാകുളം അല്ലെങ്കിൽ മൂവാറ്റുപുഴ എന്നീ സ്ഥലങ്ങളിലാണ് കേരളത്തിൽ എക്സാം സെന്ററുകൾ വരുന്നത്.
ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അല്ലെങ്കിൽ അതിൻ്റെ ബ്രോഷറാണ്. ഈ ഒരു ബ്രോഷർ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് 14 ജനുവരി 2026 വൈകുന്നേരം 11:50 വരെ അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. 18 ജനുവരി 2026 മുതൽ 20 ജനുവരി 2026 വരെ നിങ്ങൾക്ക് കറക്ഷനുള്ള ഡേറ്റ് ആണ്. നിങ്ങളുടെ എക്സാമിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വരിക എന്നുള്ളത് പിന്നീട് ഇൻഫോം ചെയ്യും. എക്സാം നടക്കുക മാർച്ച് 2026 നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 1400 രൂപയാണ് 2 പേപ്പർ വരെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. ഈവൻ നിങ്ങൾ ഒരു പേപ്പർ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിലും 1400 രൂപ കൊടുക്കണം. ഇനി 2 എണ്ണം വരെയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 1400 രൂപ വരുന്നുള്ളൂ. 2ൽ കൂടുതൽ പേപ്പേഴ്സിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അഡീഷണൽ 2 കഴിഞ്ഞിട്ടുള്ള അഡീഷണൽ ഓരോ പേപ്പേഴ്സിനും ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 700 രൂപയാണ് വരുന്നത്. ഏകദേശം ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് പേപ്പർ എന്ന് പറയുന്നത് 4 പേപ്പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ 2 പേപ്പർ വരെയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 1400 രൂപയും 2ൽ കൂടുതൽ വരുന്ന ഓരോ പേപ്പേഴ്സിനും 700 രൂപയാണ് പേ ചെയ്യേണ്ടത്. നിങ്ങൾ OBC NCL നോൺ ക്രിമിലെയർ അതുപോലെ തന്നെ ജനറൽ EWS കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ 1200 രൂപയാണ് 2 പേപ്പർ വരെ. അഡീഷണൽ ഓരോ പേപ്പേഴ്സിന് 600 രൂപ. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് SC ST അതുപോലെ തന്നെ തേർഡ് ജെൻഡർ കാറ്റഗറീസിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1100 രൂപ 2 പേപ്പർ വരെ. ഓരോ അഡീഷണൽ പേപ്പറിനും 600 രൂപയും. പിന്നെ അതുപോലെ തന്നെ PWD അല്ലെങ്കിൽ PWBD കാറ്റഗറീസിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 1000 രൂപയും 2 പേപ്പർ വരെ. ഓരോ അഡീഷണൽ പേപ്പേഴ്സിനും 600 രൂപയാണ് വരുന്നത്. പിന്നെ ഇന്ത്യക്ക് പുറത്തു നിന്നാണ് നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 7000 രൂപയാണ് 2 പേപ്പർ വരെ. പിന്നെ വരുന്ന ഓരോ അഡീഷണൽ പേപ്പേഴ്സിനും 3500 രൂപയാണ് NTA ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ അഡീഷണൽ പ്രോസസ്സിംഗ് ഫീയോ അല്ലെങ്കിൽ സർവീസ് ചാർജസോ ഉണ്ടാവില്ല. ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് പോലുള്ള സംവിധാനമാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സർവീസ് ചാർജ് കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ വെബ്സൈറ്റിലോട്ട് പോവാണ്. CUET PGൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA അവിടെ കൊടുത്തിട്ടുണ്ട്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് PG എന്നുള്ളത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നേരത്തെ കാണിച്ചിട്ടുള്ള ബ്രോഷർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ എക്സാമിൻ്റെ ഓരോ പേപ്പറിൻ്റെയും സിലബസ് ഇപ്രാവശ്യം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സയൻസ് പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സയൻസിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ MTech ആണെന്നുണ്ടെങ്കിൽ MTechൽ ക്ലിക്ക് ചെയ്യുക. ലാംഗ്വേജ്, ഹ്യൂമാനിറ്റീസ്, കോമൺ, ആചാര്യ പേപ്പേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങളിപ്പം MBAക്കുള്ള ഒരു പേപ്പറാണ് നോക്കുന്നുണ്ടെങ്കിൽ കോമൺ പേപ്പേഴ്സ് എടുത്തിട്ട് അതിൽ ജനറൽ പേപ്പർ MBA ആണ് ചൂസ് ചെയ്യേണ്ടത്. LLB ആണെന്നുണ്ടെങ്കിൽ ജനറൽ പേപ്പർ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് അതുപോലെ തന്നെ അറബിക്ക് പോലെയുള്ള ലാംഗ്വേജ് പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാംഗ്വേജസ് എന്നുള്ള സെക്ഷനിൽ പോയിട്ടാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. ഇനി സയൻസ് പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആക്ച്വലി ഒരു സൈറ്റിൽ ഒരു ചെറിയൊരു ഇഷ്യൂസ് വന്നിട്ടുണ്ട്. സൈറ്റ് ഓൾറെഡി അപ്ഡേറ്റഡ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കോഴ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ പേപ്പേഴ്സാണ് എക്സാമിന് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നീട് വരുന്ന ഫാക്ട്സ് എന്നുള്ളതാണ്. ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. NTAൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് അതിനുള്ള ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും പരാതികളോ ഗ്രീവൻസസോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺടാക്റ്റസ് ഓപ്ഷനും NTA കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ മെയിൻ പേജിലോട്ട് പോകുന്ന സമയത്ത്, ഹോം പേജിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും
രജിസ്ട്രേഷൻ ഫോർ CUET PG 2026 ഈസ് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും. അതിനുശേഷം CUET PG ഇതിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, നിങ്ങൾക്ക് CUET PG എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ CUET PG അപ്ലിക്കേഷൻ വിൻഡോയിലോട്ട് നിങ്ങൾ പോകേണ്ടത്. ഇനി നിങ്ങളടുത്ത് പറയാനുള്ളത് എത്ര പേപ്പേഴ്സ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യത്തിന് അപ്പുറം എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതാണ്. ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. 90 മിനിറ്റ്സ് ടൈം ഉണ്ടാവും, അഥവാ 1.5 മണിക്കൂർ ടൈമാണ്. അപ്പോൾ 90 മിനിറ്റിൽ 75 ക്വസ്റ്റ്യൻസിനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓരോ തെറ്റുത്തരത്തിനും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. -1 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 75 × 4 എന്ന് പറയുന്ന സമയത്ത് 300 മാർക്കിലായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ ഉണ്ടാവുക. അതിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി വരുന്ന നിങ്ങൾ ബാക്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ നേരത്തെ തെളിഞ്ഞു വന്നിട്ടുള്ള അപ്ലിക്കേഷൻ വിൻഡോ ആണ്. അപ്പോൾ അപ്ലിക്കേഷൻ വിൻഡോയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് ബേസിക് രജിസ്ട്രേഷൻ, പിന്നെ അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, ശേഷം പേയ്മെൻ്റ് ആണ്. അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടുത്ത വീഡിയോസിൽ നമ്മൾ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനുള്ള ഒരു ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.